എന്താ വായെടുത്തി എന്തോ കാര്യം? എടാ നീ ഒന്നും മിണ്ടാതിരുന്നേ. ഞാൻ എന്റെ ഏടത്തിയോടല്ലേ സംസാരിക്കുന്നേ. ഏടത്തി ഒന്ന് വന്നേ, ഒരു കാര്യമുണ്ട്. പറഞ്ഞത് കേട്ടില്ല, ഇങ്ങോട്ട് വരാൻ. എന്താ എന്റെ പ്രശ്നം? അല്ല, പെട്ടെന്ന് പോകുന്ന കണ്ടു. ഇപ്പത്തെ തീ പിടിച്ചോലെ തിരിച്ചു വന്നിട്ട് പാർവതി എന്നെ വിളിക്കുന്നു. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും വർണ്ണിച്ചോണ്ട് നിൽക്കാനുള്ള സമയമില്ല എനിക്ക്. എടുത്തി വന്നേ. വസു. ആ ശിവാനി, നീ എന്റെ ഈ ഫോൺ ഒന്ന് പിടിക്കേ. എന്നിട്ടേ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം അതുപോലെ നല്ല വൃത്തിയായിട്ട് ഈ ഫോണിലൊന്ന് ഷൂട്ട് ചെയ്യണം. എന്തിന്? ദേ പറയുന്ന അനുസരിച്ചാ മതി നീ. എടുത്തി ഇവിടെ നിൽക്കണമെന്ന് വന്നേ. വന്നേ എടുത്തി. വസു വരാൻ. എന്തോ എന്റെ ഉദ്ദേശം പറഞ്ഞേ. ഓ, അതൊന്നും നിങ്ങൾ അറിയണ്ട. ഇവിടെ നിൽക്കെടുത്തി. മോനെ പ്രണവേടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വീണ്ടും അമ്മ ഉപദ്രവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ അമ്മയുടെ മോനായിട്ടങ്ങ് പ്രതികരിക്കാൻ തുടങ്ങും. പിന്നെ എന്താണ് പ്രണവേ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചോണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ദേ ശിവാനി, നീ വീഡിയോ റെക്കോർഡ് ചെയ്യണം. നല്ല ക്ലിയർ ആയിരിക്കണം, കേട്ടല്ലോ? ഒന്നും മിസ്സാവരുത്. ശരി ആന്റി. ആന്റി ഇതെന്തോ തെളിവുണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ലാഭം തന്നെ. ഷൂട്ട് ചെയ്തേക്കാം. ഇങ്ങോട്ട് നോക്ക്. ഓക്കെ അല്ലേ? നോക്ക്, ഞാൻ ഏട്ടത്തിയോട് മനസ്സ് തുറന്ന് മാപ്പ് പറയാൻ പോവാ. ഗൗതമിനെയും നിധിയെയും കാണാനായി ഏട്ടത്തി ഇവിടുന്ന് പോയപ്പോ ഞാൻ തടയാൻ ശ്രമിച്ചതിനും മുറിയിൽ കൊണ്ടിട്ട് പൂട്ടിയിട്ടതിനും ഏട്ടത്തിയുടെ നെറ്റിയിൽ മുറിവുണ്ടാക്കിയതിനും ഞാൻ ഏട്ടത്തിയോട് മാപ്പ് ചോദിക്കുന്നു. ഇതിപ്പോ എനിക്ക് വട്ടായതാണോ അത് ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം വട്ടായതാണോ? എന്റെ ഈശ്വര, ഏട്ടത്തി എനിക്ക് മാപ്പ് തരണം. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഏട്ടത്തിയേക്കാളും ഇളയതാ. ബുദ്ധിയില്ലാതെ ഞാൻ എന്തൊക്കെയോ വിവരക്കേട് കാണിച്ചു പോയതാ. എന്നോട് പൊറുക്ക്. ദേ, ഇനി മേലില് ഏട്ടത്തി ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ നോവിക്കില്ല. ഞാൻ ചെയ്തു പോയതൊക്കെ തെറ്റാ, വിവരക്കേടാ, അവിവേകമാ. എന്നോട് ക്ഷമിക്കേടത്തി. ഞാനിനി കാണുന്നൊക്കെ സ്വപ്നമായിരിക്കൂ. ഈ വസുന്ധരാന്റിക്ക് എന്താ പറ്റിയേ? എടുത്തി, എന്നോട് ക്ഷമിച്ചു എന്നൊന്നും പറ. എന്റെ എടുത്തിയല്ലേ, പറ എടുത്തി. എനിക്ക് മാപ്പ് തന്നൊന്നും പറ. സമ്മതിച്ചു, അല്ല ക്ഷമിച്ചു. സത്യമായിട്ടും ക്ഷമിച്ചല്ലോ അല്ലേ? മാപ്പ് തന്നല്ലോ? ക്ഷമിച്ചു, മാപ്പും തന്നു. പ്രണവേ, സോറി. ഇനി നിന്റെ അമ്മയോട് ഞാൻ മോശമായിട്ട് ഒന്നും പെരുമാറില്ല. എടുത്തി, ദേ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുള്ള അധികാരം ഏട്ടത്തിക്ക് മാത്രമാ. ഏട്ടത്തിയാ ഇവിടുത്തെ ഏറ്റവും വലിയ ആള്. അതെ, നിങ്ങൾക്ക് ആർക്കും എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? എല്ലാവരും എന്നോട് ക്ഷമിച്ചില്ലേ? എടുത്തി ക്ഷമിച്ചില്ലേ? ക്ഷമിച്ചു. മതി, എനിക്കത് മതി. ശിവാനി, എല്ലാം എടുത്തോ? ഓക്കെ ആന്റി, എല്ലാം കിട്ടി. എവിടെ തന്നെ നോക്കട്ടെ. ആന്റി, ആന്റി, ആന്റിക്ക് ഇതെന്താ പറ്റിയേ? എന്ത് പറ്റിയെന്നോ? ഈച്ച പറ്റി. നീ പോയി നിന്റെ പാട് നോക്കടി. എന്തോന്നാണ് മോനെ ഇപ്പൊ ഇവിടെ നടന്നത്?
വസുയി പറഞ്ഞതൊക്കെ സത്യമാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. വസുന്ധര തന്നെയാണത്. അയ്യോ, ആന്റി തന്നെയാണ്. പക്ഷെ ആന്റിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടമ്മേ. അവളുടെ പെരുമാറ്റം കണ്ടിട്ടേ ഭൂകമ്പോ വെള്ളപ്പൊക്കോ സുനാമിയോ പ്രളയോ ഒക്കെ വരാൻ പോകുന്ന ലക്ഷണം കാണുന്നേ. എന്റെ ബലമായിട്ടുള്ള സംശയം എന്താണെന്നറിയാമോ? ആന്റിയുടെ ഈ മനമാറ്റത്തിന്റെ പിന്നില് ഏട്ടന്റെയും ഏട്ടത്തിയുടെയും എന്തോ കളിയുണ്ടെന്ന്. ആ, കറക്റ്റ് ആണെടാ. അവരെന്നെ അവിടുന്ന് പറഞ്ഞു വിടുമ്പോ അവരുടെ വർത്താനത്തിൽ അങ്ങനെ ഒരു ധ്വനി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകാതെ നിധിയും ഗൗതമും ഇങ്ങോട്ട് തിരിച്ചു വരും, ഉറപ്പ്.